അങ്ങനെ പുതിയൊരു IPL സീസൺ കൂടെ വരാൻ പോവുകയാണ്. ഏവരും അക്ഷമരായി കാത്തിരിക്കുന്ന IPL സീസണിൻ്റെ ഓപ്ഷൻ താരലേലം ഈ മാസം 16-ാം തീയതി അബുദാബിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. ഒരുപാട് താരങ്ങൾ, ട്രേഡുകൾ ഒക്കെ തന്നെ നമ്മൾ കണ്ടു. നാടകീയമായ പല കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പല താരങ്ങളും ഇത്തവണത്തെ ഓപ്ഷൻ ലിസ്റ്റിൽ പോലും പേര് കൊടുക്കുന്നില്ല എന്നുൾപ്പെടെ കാണുന്നു. എന്നെ ഞെട്ടിച്ച പേര് ഫാഫ് ഡു പ്ലസീസ് തന്നെയാണ്. ഫാഫ് ഡു പ്ലസി ഇത്തവണത്തെ IPL ഓപ്ഷനിൽ പേരേ കൊടുത്തിട്ടില്ല എന്നതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ഞെട്ടൽ അതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ലെറ്റ്സ് കം ടു ബിസിനസ്, ലെറ്റ്സ് ടോക്ക് ബിസിനസ്. ഇത്തവണത്തെ IPL ഓപ്ഷൻ ഒരുപാട് നിർണായകമാണ്. എല്ലാ ഫ്രാഞ്ചൈസികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്ലെയേഴ്സിൻ്റെ റിട്ടൻഷൻ ലിസ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റ് ലിസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് സെറ്റ് 1-ൽ നമ്മൾ കാണാൻ പോകുന്ന മാർക്കി പ്ലെയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്ന 6 പേരാണുള്ളത്. ഒന്ന് ഡെവോൺ കോൺവോയ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ്. ഞാൻ ഓരോരുത്തരെ പറ്റി ഒരു വിശകലനമൊന്നും നടത്തുന്നില്ല. ജസ്റ്റ് സെറ്റിൽ എത്രമാത്രം പ്ലെയേഴ്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സെറ്റ് 1-ൽ അങ്ങനെ 6 പ്ലെയേഴ്സ്. ലെറ്റ്സ് ടോക്ക് വിത്ത് ഡെവോൺ കോൺവോയ് ആണ് ആദ്യത്തെ. രണ്ടാമത്തത് ജേക്ക് ഫ്രേസർ മക്ഗർക്കാണ് രണ്ടാമത്തെ താരം. മൂന്നാമത്തെ താരം കാമറോൺ ഗ്രീൻ. നാലാമത്തെ താരം സർഫറാസ് ഖാൻ. അഞ്ചാമത് ഡേവിഡ് മില്ലർ ആൻഡ് ആറാമത് പൃഥ്വി ഷോ. ഇതിനകത്ത് 2 ഇന്ത്യൻസ് ആണുള്ളത്. സർഫറാസ് ഖാനും പൃഥ്വി ഷോയുമാണ് സെറ്റ് 1-ലുള്ള 2 പ്രധാനപ്പെട്ട പ്ലെയേഴ്സ്. ബാക്കിയുള്ള എല്ലാവരും ഫോറിൻ ഓവർസീസ് പ്ലെയേഴ്സാണ്. ഇവരിൽ 6 പേരും ബാറ്റേഴ്സാണ് എന്നതും കൂടി ഓർക്കുക. ഈ ഒരു സെറ്റ് 1-ൽ ആരൊക്കെ പോകും എന്നത് വളരെയധികം ഉറ്റുനോക്കുന്നൊരു കാര്യവും കൂടിയാണ്. ഈ സെറ്റ് 1-ലേക്കുള്ള പ്ലെയേഴ്സ് ആരൊക്കെയായിരിക്കും എന്നുള്ളത്. സെറ്റ് 2-ൽ ആരൊക്കെയാണെന്ന് നോക്കാം. ഗസ് ആറ്റ്കിൻസനാണ് ആദ്യത്തെ പ്ലെയർ. രണ്ടാമത് വനിന്ദു ഹസരംഗ, ഒരു ഹാൻഡി ഓൾറൗണ്ടറാണ്. ദീപക് ഹൂഡയാണ് സെറ്റ് 2-ലെ മൂന്നാമത്തെ പ്ലെയർ. വെങ്കടേഷ് അയ്യർ വരുന്നുണ്ട്. 23.25 കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ തവണ വാങ്ങിച്ച പ്ലെയറായിപ്പോൾ IPL ഓപ്ഷൻ ലിസ്റ്റിൽ നിൽക്കുകയാണ്. ലിയം ലിവിങ്സ്റ്റൺ വരുന്നുണ്ട്. വിയാൻ മുൾഡർ ഉണ്ട്. രക്ഷൻ രവീന്ദ്ര ഉണ്ട്. ഈ 7 പേരാണ് സെറ്റ് 2-ലുള്ള പ്ലേയേഴ്സ്. സെറ്റ് 3-ൽ ആരൊക്കെയുണ്ടെന്ന് നോക്കാം. ഫിൻ അലൻ, ജോണി ബാസ്റ്റോ, KS ഭരത്, ക്വിൻറ്റൻ ഡീകോക്ക്, ബെൻ ടക്കറ്റ്, റഹ്മാനുള്ള ഗുർബാസ്, ജെയ്മി സ്മിത്ത്. ഞാൻ പറയുന്നു, ഈ 3 സെറ്റ് വായിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് ആരാണെന്നൊക്കെ മനസ്സിലാവും. ഈ സെറ്റിൽ പോലും വളരെ നിർണായകമായ, വളരെ ഗെയിം ട്വിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന പല പ്ലെയേഴ്സും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പൊട്ടി പാറുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്തവണ ഉണ്ടാകാൻ പോകുക എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല. സെറ്റ് 4-ൽ നമുക്ക് നോക്കാം. ജെറാൾ കോയിറ്റ്സി ആണുള്ളത്. ആകാശ് ദീപ് ഉണ്ട്. ജേക്കബ് ഡഫി ഉണ്ട്. ഫസൽ ഹക്ക് ഫറൂഖി ഉണ്ട്. മാറ്റ് ഹെൻറി, സ്പെൻസർ ജോൺസൺ, ശിവം മാവി, ആൻഡ്രിച്ച് നോർഷെ ആൻഡ് മതീഷ് പതിരാന. ഇതാണ് സെറ്റ് 4-ലുള്ളത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നല്ല വെളി വരാനുള്ള സാധ്യത ആൻഡ്രിച്ച് നോർഷയ്ക്ക് ഉണ്ടാകും. നോർഷയൊക്കെ ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി അതിഗംഭീരമായിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ മത്സരിച്ച താരവും കൂടിയാണ്. മതീഷ പതിരാനയ്ക്കും ഒരു നല്ല വെളി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്പെൻസർ ജോൺസണും നല്ല വെളി വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ശിവം മാവിക്ക് നല്ല ചാൻസ് ഉണ്ട്. മാറ്റ് ഹെൻറി, ഫസൽ ഹക്ക് ഫറൂഖി ഒക്കെ നല്ല ചാൻസ് ഉണ്ട്. ഫസൽ ഹക്ക് ഫറൂഖിയൊക്കെ അതിഗംഭീരമായിട്ട് ഇക്കഴിഞ്ഞ കൗണ്ടി സീസൺസ് അല്ലെങ്കിൽ ഇത്തവണത്തെ സീസൺ ഗെയിംസിലൊക്കെ നല്ല രീതിയിൽ കളിച്ച ആളും കൂടിയാണ്. ആൻഡ് സെറ്റ് 5-ൽ വരുമ്പോഴേക്കും ലെറ്റ്സ് കം ടു സ്പിന്നേഴ്സ്. സെറ്റ് 5-ൽ രവി ബിഷ്ണോയ്, രാഹുൽ ചഹാർ, മഹേഷ് തീക്ഷ്ണ, മുജീബുർ റഹ്മാൻ ആൻഡ് അക്കീൽ ഹുസൈൻ. മുജീബുർ റഹ്മാൻ സ്വാഭാവികമായിട്ടും പിക്ക് ഓഫ് ദി ലിസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് രവി ബിഷ്ണോയും ഉണ്ടാകും. അപ്പോൾ ഇതാണ് ആദ്യത്തെ 5 സെറ്റിലുണ്ടാകുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് 350 കളിക്കാരാണുള്ളത്. 277 സ്ലോട്ട്സാണ് മൊത്തമായിട്ട് ഉള്ളത്. ഡിസംബർ 16-ാം തീയതി ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഓപ്ഷൻ നടക്കാൻ പോകുന്നത് എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു. സോ ഇനി നമുക്ക് മൊത്തം ടീമുകളെ പരിചയപ്പെടുത്തി ഇവർക്ക് എത്രയൊക്കെ ഫണ്ട് ബാക്കിയുണ്ട് എന്നതും കൂടി ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ടീം നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ്. 43 കോടി 40 ലക്ഷം രൂപയാണ് അവരുടെ പേഴ്സിൽ റിമൈനിങ് ആയിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ അവർക്ക് 4 ഓവർസീസ് പ്ലെയേഴ്സും മൊത്തം പ്ലെയേഴ്സായിട്ട് 16 പേരുമാണ് നിലവിൽ അവരുടെ ടീമിലുള്ളത്. അതായത് 16 പേർ അവരുടെ ടീമിലുണ്ട്. 4 ഓവർസീസ് പ്ലെയേഴ്സുമുണ്ട്. 43 കോടി 40 ലക്ഷം രൂപയാണ് അവരുടെ പേഴ്സിൽ ബാക്കിയുള്ളത്. അത് വെച്ച് വേണം അവർ ബാക്കി 27 പേരിൽ അവർക്ക് ആ സ്ലോട്ട് ഫില്ല് ചെയ്യാൻ. അറൗണ്ട് ഒരു 11 പ്ലെയേഴ്സ് ഇനി അവർക്ക് വേണം, അറ്റ് മോസ്റ്റ് മാക്സിമം. ഓക്കെ, ഇനി ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ 17 പ്ലെയേഴ്സാണ് അവരുടെ പക്കൽ ഇപ്പോൾ ഉള്ളത്. അതിൽ 3 ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. ഫണ്ടായിട്ട് അവർക്ക് ബാക്കിയുള്ളത് 21 കോടി രൂപയും 80 ലക്ഷമാണ്. 21 കോടി 80 ലക്ഷം രൂപയാണ് ഡൽഹി ക്യാപിറ്റൽസിന് മുന്നിലുള്ളത്. ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം 27 പ്ലെയേഴ്സാണ് അറ്റ് ദ മോസ്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. ബട്ട് അതിനുള്ളിൽ തന്നെ അവർക്ക് ഫിക്സ് ചെയ്യാൻ അധികം പൈസ ബാക്കിയില്ല. 21 കോടിയേ ഉള്ളൂ. അത് വെച്ചിട്ട് അവർക്ക് എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വളരെ നിർണായകവും കൂടിയാണ്.
ആൻഡ് ഗുജറാത്ത് ടൈറ്റൻസിന് 20 പ്ലെയേഴ്സാണ് കയ്യിലുള്ളത്. അതിൽ 4 ഓവർസീസ് പ്ലെയേഴ്സുമുണ്ട്. ഫണ്ട്സ് റിമൈനിങ് ആയിട്ട് നിൽക്കുന്നത് 12,90,00,000 രൂപയാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കയ്യിലുള്ള പൈസ. ബാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പേഴ്സ് മണിയുമായിട്ട് വരുന്നതായിരിക്കും. ഏറ്റവും കൂടുതൽ പേഴ്സ് മണി ആയിട്ട് വരുന്നൊരു ഫ്രാഞ്ചൈസി ഉണ്ടെങ്കിൽ അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരിക്കും. കാരണം അവർക്ക് ആളുകളും കുറവാണ്. 12 പ്ലെയേഴ്സേ അവർക്കുള്ളൂ. പല പ്ലെയേഴ്സിനെയും അവർ വെറുതെ വിട്ടു, ഇൻക്ലൂഡിങ് വെങ്കടേഷ് അയ്യർ. 2 ഓവർസീസ് പ്ലെയേഴ്സ് മാത്രമാണ് അവരുടെ കൈകളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഓവർസീസിൽ പ്ലെയേഴ്സിൽ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഫ്രൈസർ മഗർക്കിനെയൊക്കെ ചിലപ്പോൾ ഒന്ന് കൊണ്ടുവരാനൊക്കെ കൊൽക്കത്തയ്ക്ക് സാധ്യതയുണ്ട്. 64,30,00,000 രൂപയുമായിട്ടാണ് പേഴ്സുമായിട്ടാണ് അവർ ഇത്തവണത്തെ ഓപ്ഷനിലേക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വരുന്നത്. ലെറ്റ്സ് ഗോ ടു ലക്നൗ സൂപ്പർ ജയൻസ്. ലക്നൗ സൂപ്പർ ജയൻസിന് 19 പ്ലെയേഴ്സാണുള്ളത്. അതിൽ 4 ഓവർസീസ് പ്ലെയേഴ്സും ഉണ്ട്. 22,95,00,000 രൂപയുമായിട്ടാണ് അവർ ഇത്തവണത്തെ ഓപ്ഷനിലേക്ക് വരുന്നത്. മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോഴേക്കും ഫണ്ട്സ് തീരെ ഇല്ലാതെയാണ് മുംബൈ ഇന്ത്യൻസ് വരുന്നത്. ആകെ കയ്യിൽ 20 പ്ലെയേഴ്സുമേ ഉള്ളൂ. 7 ഓവർസീസ് പ്ലെയേഴ്സും ഉണ്ട്. അതിലേക്ക് തന്നെ കുറേ പൈസ മുംബൈ ഇട്ടിട്ടുമുണ്ട്. 2,75,00,000 രൂപയുമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് ഇത്തവണത്തെ IPL ഓപ്ഷനിലേക്ക് വരുന്നത്. പഞ്ചാബ് കിങ്സിലേക്ക് വരുമ്പോഴേക്കും 21 പ്ലെയേഴ്സാണ് അവരുടെ പക്കലുള്ളത്. അതിൽ 6 ഫോറിൻ പ്ലെയേഴ്സുമുണ്ട്. ഫണ്ടായിട്ട് ബാക്കിയുള്ളത് 11,50,00,000 രൂപയുമായിട്ടാണ് പഞ്ചാബ് കിങ്സ് ഇത്തവണത്തെ IPL ഓപ്ഷനിലേക്ക് വരുന്നത്. രാജസ്ഥാനൊക്കെ ഇത്തവണത്തെ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി മാറിയത് അവരുടെ ക്യാപ്റ്റനായ സഞ്ജു സാംസണെ അവർ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മടക്കി അയക്കുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ആവട്ടെ അവിടുത്തെ 2 പ്ലെയേഴ്സ് സാം കറൺ ആൻഡ് രവീന്ദ്ര ജഡേജയെ അവർ രാജസ്ഥാൻ റോയൽസിലേക്ക് മാറ്റിവിടുകയും ചെയ്തതാണ് കാണുന്നത്. 16,05,00,000 രൂപയുമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് ഇത്തവണത്തെ IPL ഓപ്ഷനിലേക്ക് വരുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 17 പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ 6 ഫോറിൻ പ്ലെയേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിത്ത് എ ഫണ്ട് റിമൈനിങ് ഓഫ് 16 crore and 40 lakhs 16,40,00,000 രൂപയുമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തിരികെ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇനി സൺറൈസേഴ്സ് ഹൈദരാബാദ് ലാസ്റ്റ് ടീമിലേക്ക് വരുമ്പോഴേക്കും 15 പ്ലെയേഴ്സിനെയാണ് അവർ കൈവശം വെച്ചിരിക്കുന്നത്. അതിൽ 6 ഫോറിൻ പ്ലെയേഴ്സും ഉണ്ട്. 25,50,00,000 രൂപ ഇതാണ് അവരുടെ പക്കലുള്ള ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടായിരിക്കും ഇത്തവണത്തെ ഓപ്ഷൻ മാറാൻ പോകുന്നത്. പൊടി മാറുന്ന ഓപ്ഷൻ ആയിരിക്കും. അതിലെ മാർക്കി ലിസ്റ്റിലെ ആദ്യത്തെ 6 സെറ്റിലെ പ്ലേയേഴ്സിനെയാണ് ഞാൻ വായിച്ചത്. ഉറപ്പായിട്ടും ഡെവോൺ കോൺവോയ്ക്കും ഫ്രൈസർ മഗർക്കിനെയും ക്യാമറോൺ ഗ്രീനും ഡേവിഡ് മില്ലറിനും ഉൾപ്പെടെ നല്ല വിളി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൃഥ്വി ഷോ ഡൗട്ട്ഫുൾ ആണ്, അറിയില്ല. സെറ്റ് 2ലേക്ക് വരുമ്പോഴേക്കും വാനന്തോ ഹസറങ്കയ്ക്ക് നല്ല സാധ്യതയുണ്ട്. ലിയം ലിവിങ്സ്റ്റൺ, വെങ്കടേഷ് അയ്യർ ഓബ്വിയസ്ലി ആൻഡ് സച്ചിൻ രവീന്ദ്രയ്ക്കൊക്കെ നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ പൊടി മാറുന്ന ഒരു ഓപ്ഷൻ ഇത്തവണത്തെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നത് വേണം നമുക്കൊരു ബേസിക് വിലയിരുത്തൽ വെച്ചിട്ട് കണക്കാക്കാൻ. അങ്ങനെ താരങ്ങളും താരലേലങ്ങളും ഒക്കെ എപ്പോഴും IPL ഓപ്ഷന് ഒരു വർണ്ണ പകിട്ടേക്കുന്നതാണ്. ഇത്തവണ 16-ാം തീയതി അബുദാബിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യൻ ടൈം അറൗണ്ട് 2:30 PM ആണ് ഓപ്ഷൻ ആരംഭിക്കാൻ പോകുന്നത് എന്നത് വേണം മനസ്സിലാക്കുകയും ചെയ്യാൻ. ഇത്തവണത്തെ ഓപ്ഷൻ നിങ്ങൾ വെയിറ്റിംഗ് ആണോ? കാത്തിരുന്ന് കാണാം.